ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ പലരും എന്നോട് നമ്മുടെ 7 ഡേയ്സ് ഡയറ്റ് ചാർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ലേറ്റായി, സോറി. കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ. അതിനാദ്യമേ തന്നെ ഒരു സോറി പറയട്ടെ. അപ്പം നമുക്ക് നോക്കിയാലോ. 7 ദിവസത്തെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ ആണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ലോസ് ഒക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഇതൊരു കേരള സ്റ്റൈൽ സിമ്പിൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു പ്ലാനാണ് കേട്ടോ. എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. 7 ദിവസത്തെ ഫുൾ ഡയറ്റ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇട്ട വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ 7 ഡേയ്സ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അത് 16 to 8 പാറ്റേൺ ആണ് കേട്ടോ. 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, 8 മണിക്കൂർ ഈറ്റിംഗ് വിൻഡോ ആണ് വരുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ചയെ ഞാനിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ആലോചിച്ചു കേട്ടോ, നമുക്കൊരു മോട്ടിവേഷൻ്റെ കുറവുണ്ടല്ലേ. നമ്മൾ നല്ല രീതിക്ക് ഡയറ്റ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെയിറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു എനിക്കിങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയത്. സത്യം പറഞ്ഞാൽ ആ സമയത്താണ് കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മളെ ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. ആരെങ്കിലും നമുക്ക് ഒരു ഗൈഡ് തരാനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ. നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ വിചാരിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയയാണ്, നമുക്കെന്നാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാലോ എന്ന്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളിൽ കുറച്ച് പേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് ഒന്ന് ചിന്തിക്കാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാലോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഈ 7 ദിവസത്തെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം. നമുക്ക് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കണം കേട്ടോ. ഈ ഒരു 7 ദിവസത്തേക്ക് നമുക്കതൊരു ചലഞ്ചായിട്ട് വേണം വെക്കാം. 7 ഡേയ്സ് ഷുഗർ കട്ട് ചലഞ്ച്. ഷുഗർ എന്തായാലും നമ്മൾ ഒഴിവാക്കണം. പിന്നെ വെള്ളം കുടിക്കണം. വെള്ളം മസ്റ്റാണ്. 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന രീതിയിൽ നമുക്ക് വെള്ളം വേണം. അതായത് ഇപ്പോൾ 50 കിലോ ഉള്ള ആൾക്ക് 2 ലിറ്റർ, നിങ്ങളൊരു 80 കിലോ ആണെങ്കിൽ 3 ലിറ്റർ, 100 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 4 ലിറ്റർ. അങ്ങനെ വെള്ളം എന്തായാലും മസ്റ്റായിട്ട് കുടിക്കണം കേട്ടോ. നമ്മൾ രാവിലെ തന്നെ കുപ്പി ബോട്ടിലൊക്കെ നിറച്ച് വെക്കുക. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നമ്മുടെ ബിസ്ക്കറ്റ്, ഈ പാക്കറ്റിൽ വരുന്ന പാക്കറ്റ് ഫുഡ്സില്ലേ, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നൊന്നുമില്ല കേട്ടോ. സോ കുറച്ച് ക്വാണ്ടിറ്റി, ചെറിയ അളവിൽ നമുക്ക് റൈസ് കഴിക്കാം. അതുപോലെ തന്നെ ഈ വറുത്തത് പൊരിച്ചതൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക കേട്ടോ. നമ്മുടെ ഈ മീൻ വറുത്തത്, ചിക്കൻ വറുത്തത് ഇല്ലേ, നമ്മളങ്ങനെ കുറച്ച് വറുത്തതും പൊരിച്ചത്, പപ്പടം, അങ്ങനെയുള്ളതൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. ഈ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലാണെങ്കിൽ ഒരു ചേഞ്ച് വരുത്തണം എന്നാണ് കേട്ടോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണിക്കാണ്, ഉച്ചയ്ക്ക് 12 PM. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണിക്കാണ് നമ്മുടെ ഫസ്റ്റ് മീൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 പുഴുങ്ങിയ മുട്ടയും പിന്നെ ഒരു വെജ് സാലഡ്, ഒരു ചെറിയ ബൗൾ നിറച്ചെടുക്കാം കേട്ടോ. വെജ് സാലഡും പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് നമുക്കൊരു ചെറിയൊരു ആപ്പിളോ ചെറിയൊരു ഓറഞ്ചോ അതും കൂടെ ആഡ് ചെയ്യാം. അതാണ് നമ്മുടെ ഫസ്റ്റ് മീൽ വരുന്നത്. പിന്നീട് ഒരു 4 മണിയാവുമ്പോൾ നമ്മൾ ഒരു ഗ്രീൻ ടീ എടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ ഒരു കൈപ്പിടി പീനട്ട്സ് എടുക്കാം. നട്ട്സൊക്കെ യൂസ് ചെയ്യാൻ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ രാത്രി ഡിന്നറായിട്ട് എടുക്കുന്നത് ഗ്രില്ല് ചെയ്ത ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് ആവിയിൽ വേവിച്ചെടുത്ത കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാം. ഡിന്നർ എപ്പോഴും ഭയങ്കരമായിട്ട് ലൈറ്റ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. 7:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡിന്നർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. 7:30 കഴിക്കാൻ തുടങ്ങിയാലല്ലേ 8 മണിയാകുമ്പോഴേക്ക് തീരുള്ളൂ. എന്തായാലും 8 മണിക്ക് മുന്നേ ആയിട്ട് എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ദിവസം നമ്മൾ 12 മണിയാകുമ്പോൾ ഓട്സ് വെജിറ്റബിൾ ഉപ്മാവാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ, ഒരു ബോയിൽഡ് എഗ്ഗും കൂടി എടുക്കാം. 4 മണിയാകുമ്പോൾ 4 PM നമുക്ക് ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് എടുക്കാം. അതിൽ ഉപ്പ് ഇടാൻ പാടില്ല കേട്ടോ. ഉപ്പിടാതെ ഒരു ഗ്ലാസ് ബട്ടർ മിൽക്കും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ആപ്പിളും എടുക്കാം. അപ്പം നമ്മുടെ ഈവനിങ് സ്നാക്സ് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മുടെ ഡിന്നറിന് വരുന്നത് ചിക്കൻ സൂപ്പ് അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് എടുക്കാം. കൂടെ നമുക്ക് ഒരു ചെറിയ ബോൾ സാലഡും കൂടി എടുക്കാം. ആദ്യമായിട്ടൊക്കെയാണ് നമ്മൾ ഡയറ്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ഉണ്ടാവും, വിശപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ചെറിയ ബോൾ സൂപ്പ് കഴിച്ചാലൊന്നും വിശപ്പ് മാറില്ല. അതിന് പകരം നമുക്ക് സാലഡ് ഉപയോഗിക്കാം കേട്ടോ. വിശക്കുമ്പോൾ നമുക്ക് കുറച്ച് സാലഡ് അധികമായിട്ട് കഴിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാം. അങ്ങനെ നമ്മൾ 3-ാമത്തെ ദിവസമായി. ഈ 3-ാമത്തെ ദിവസം നമുക്കൊരു 12 മണിയാകുമ്പോഴേക്കും ഒരു സ്മോൾ പോർഷൻ ഓഫ് ബ്രൗൺ റൈസ് എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ ഫിഷ് കറിയോ എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ തോരൻ, ക്യാബേജ് തോരനോ പയർ തോരനോ എന്തെങ്കിലും അതും എടുക്കാം.
4 മണിയാവുമ്പോൾ നമുക്ക് ഒരു ഗ്രീൻ ടീ എടുക്കാം. അതിൻ്റെ കൂടെ ചെറിയൊരു പേരക്ക കൂടി എടുക്കാം. 7:30 ആകുമ്പോഴേക്കും നമുക്ക് 2 എഗ്ഗ് വെച്ചിട്ടൊരു വെജിറ്റബിൾ ഓംലേറ്റ് ഉണ്ടാക്കാം. അതിൽ ക്യാരറ്റ്, തക്കാളി, ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു വെജിറ്റബിൾ ഓംലേറ്റ് ആയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ഡേ 3 ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസം നമ്മളൊരു 12 മണിയാവുമ്പോൾ നമുക്ക് 2 ചപ്പാത്തി, ചിക്കൻ കറി, അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ സാലഡ് കുറച്ചധികം കഴിക്കാം കേട്ടോ, നമ്മുടെ വിശപ്പിനനുസരിച്ച്. 4 മണിയാവുമ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് കോഫി എടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും കൂടെ കഴിക്കാം. ഡിന്നറായിട്ട് നമുക്കൊരു 7:30 ആകുമ്പോഴേക്കും പനീർ സ്റ്റിർ ഫ്രൈ എടുക്കാം, കൂടെ കുറച്ച് വെജിറ്റബിൾ സാലഡും. 5ാമത്തെ ദിവസം ആകുമ്പോഴേക്കും രാവിലെ നമുക്ക് 12 മണി ആകുമ്പോഴേക്കും ഒരു വെജിറ്റബിൾ ഓംലേറ്റും അതിൻ്റെ കൂടെ ഒരു വീറ്റ് ബ്രെഡ് എടുക്കാം, ഒരു സ്ലൈസ് വീറ്റ് ബ്രെഡ്. 4 മണിയാകുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ലെമൺ വാട്ടർ എടുക്കാം. ലെമൺ വാട്ടറിൻ്റെ കൂടെ നമുക്ക് ഒരു കൈപ്പിടി, നമ്മുടെ ചെറിയൊരു കൈപ്പിടി നിറച്ച് പീനട്ട്സ് എടുക്കാം, റോസ്റ്റ് ചെയ്ത പീനട്ട്സ്. അതിന് ശേഷം ഒരു 7:30 ആകുമ്പോഴേക്കും നമ്മുടെ ഡിന്നർ ടൈമാണ്. അപ്പം നമുക്കൊരു ഫിഷ് ഫ്രൈ എടുക്കാം, എയർ ഫ്രൈ ചെയ്ത ഫിഷ് ഫ്രൈയും കുറച്ച് സാലഡും കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ ഡേ 5 ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഡേ 6ലേക്ക് കടക്കുകയാണ്. ഡേ 6 ആകുമ്പോൾ നമുക്കൊരു 12 മണിയോടുകൂടി 2 എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ് 2 എടുക്കാം, മുഴുവനായിട്ട് എടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചെറിയ ബൗളിൽ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കേടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് 4 മണിയാകുമ്പോൾ ഒരു ഗ്രീൻ ടീ കഴിക്കാം. വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫ്രൂട്ട്സോ നട്ട്സോ എന്താണെന്ന് വെച്ചാൽ അതും കഴിക്കാം. പിന്നെ നമ്മുടെ ഡിന്നർ വരുന്നത് 7:30ക്കാണ്. 7:30 ആകുമ്പോൾ നമുക്ക് എയർ ഫ്രൈ ചെയ്ത കുറച്ച് ചിക്കൻ എടുക്കാം, കൂടെ തന്നെ സ്റ്റീംഡ് വെജീസ് അതും എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ 6 ഡേയ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ 7ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഇന്ന് നമ്മൾ വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരിക്കും. കാരണം നമ്മൾ ഈ 7 ദിവസമായിട്ട് നല്ല ഡയറ്റും ചെറിയ വർക്കൗട്ടൊക്കെ ഫോളോ ചെയ്ത് എന്തായാലും ഒരു മാറ്റം നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നല്ല സന്തോഷത്തോടെ ഇരിക്കുകയല്ലേ. അപ്പം നമുക്കിന്ന് 12 മണിയാകുമ്പോൾ ഒരു കേരള സ്റ്റൈൽ മീൽ തന്നെയാവാം അല്ലേ. കുറച്ച് ബ്രൗൺ റൈസിൻ്റെ ചോറ്, സാമ്പാർ, തോരൻ. സന്തോഷം കൂടിപ്പോയതുകൊണ്ട് അളവൊന്നും കൂട്ടരുത് കേട്ടോ. അളവൊക്കെ കുറച്ച് തന്നെ, കുറച്ച് സാമ്പാറും ചോറും ക്യാബേജ് തോരനൊക്കെ ആയിട്ട് നമുക്ക് 12 മണിക്ക് ഉഷാറാക്കാം. അതിനുശേഷം 4 മണിയാവുമ്പോൾ ഒരു ബട്ടർ മിൽക്ക് എടുക്കാം. അതിൽ സോൾട്ട് ഇടാൻ പാടില്ല കേട്ടോ. ഒരു ബട്ടർ മിൽക്ക്, അതിൻ്റെ കൂടെ കുറച്ച് ഒരു 2-3 കഷ്ണം പപ്പായ അല്ലെങ്കിൽ വാട്ടർ മെലോൺ എടുക്കാം, തണ്ണിമത്തൻ, അങ്ങനെ ചെയ്യാം. ഇനി നമ്മുടെ ഡിന്നറാണ്. 7:30 ആകുമ്പോൾ നമുക്ക് ഒരു എഗ് ബുർജി എടുക്കാം. 2 എഗ്ഗ് വെച്ചിട്ട് ബുർജി ഉണ്ടാക്കി കഴിക്കാം, കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 7 ദിവസം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഡയറ്റ് പ്ലാൻ ഉണ്ടല്ലോ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അതിലൊരു ചീറ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാവും. അതെനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ മടി പിടിച്ചിരിക്കാതെ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. ചെറിയ വർക്കൗട്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ വർക്കൗട്ടുകൾ ചെയ്യുക, ഈ ഡയറ്റ് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഒരു മാറ്റം 7 ദിവസം കൊണ്ട് തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ഇതേ ഡയറ്റ് ഞാനിങ്ങനെ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു നോട്ട്ബുക്കും പേനയൊക്കെ എടുത്തിട്ട് ഡയറ്റ് എഴുതി വെക്കുക. ഒരു ചീറ്റൊന്നും ചെയ്യാതെ നല്ല രീതിക്ക് തന്നെ ഈ ഡയറ്റ് ഫോളോ ചെയ്യുക. കൂടെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക, വീട്ടിൽ ഹോം വർക്കൗട്ട് ചെയ്യുക. കുറച്ച് മോട്ടിവേഷനൊക്കെ ആവശ്യമുണ്ട്, ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റൊക്കെ ആവശ്യമുണ്ടെന്നുള്ളവർ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പും കൂടി തുടങ്ങാം. അതാകുമ്പോൾ നമ്മൾ ഡെയിലി ഒരു ടച്ച് ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ കാണാം.